ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറെ ആയോ നമ്മൾ കണ്ടിട്ട്? കുറച്ചായില്ലേ? പരീക്ഷയ്ക്ക് ശേഷം നമ്മള് പാഠഭാഗങ്ങളൊന്നും ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് അവസ്ഥ? പഠിച്ചൊക്കെ തുടങ്ങിയോ നിങ്ങള്? കുറച്ച് ദിവസം മുന്നേ ടീച്ചർ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നു അല്ലെ? ഇനി എത്ര ദിവസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് കൂട്ടി നോക്കിയ നിങ്ങള്? വളരെ കുറച്ച് ദിവസങ്ങളാണ് ഇനി പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത് അല്ലെ? അപ്പൊ നിങ്ങൾ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? ആ ഒരു അല്ലെ ഒരു സീരിയസ് ഒക്കെ ആയിട്ട് അല്ലെ പഠനത്തെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണോ? ഓക്കെ. എന്താണെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങണം. ഇനി പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും എന്താണ്, നമ്മൾ ആ ഒരു അല്ലെ, നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ സ്വയം ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങേണ്ടതാണ് അല്ലെ? ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂടാ, നമ്മൾ എല്ലാവരും നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സായി പോകുമ്പോ നമ്മൾ ഇങ്ങനെ എന്താണ് വിഷമിച്ചൊക്കെ ഇരിക്കേണ്ടി വരും. എന്തിനാ വെറുതെ അപ്പൊ വിഷമിക്കാൻ നിൽക്കുന്നത്? ഇപ്പൊ നമ്മളെ കൊണ്ട് ആവുന്ന നമുക്ക് പഠിച്ചിട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ അല്ലെ? ഇപ്പൊ മലയാളത്തിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് എത്ര പാഠഭാഗങ്ങളുണ്ട്? മലയാള സെക്കൻഡിൽ നമുക്ക് 10 പാഠഭാഗമാണുള്ളത്. മലയാളം ഫസ്റ്റിലോ 14 പാഠഭാഗങ്ങളുണ്ട് അല്ലെ? 5 യൂണിറ്റുകളിലായിട്ട് നമുക്ക് 14 പാഠഭാഗങ്ങളുണ്ട്. അങ്ങനെ ഏകദേശം 10-24 പാഠം മലയാളം ഫസ്റ്റിലും സെക്കൻഡിലുമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ചില്ലറ പാഠമൊന്നും അല്ല ഉള്ളത്. ഇത് കൂടാതെ ഈ 5 യൂണിറ്റിന്റെ പ്രവേശകളും ഈ 5 യൂണിറ്റിന്റെ എഴുത്തുകാരും ഒക്കെ കൂടെ ആവുമ്പോൾ കുറച്ചധികം നമുക്ക് എന്താണ് 2 സബ്ജക്റ്റിലും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ ഇത് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒറ്റയടിക്ക് നമുക്ക് 2 A+ ആണ് എന്ത് ചെയ്യുക, നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ഇപ്പോ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ സമയത്ത് ടീച്ചർ കണ്ട ഒരു 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 എന്താ പറയാ, സങ്കടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന് പലർക്കും മാർക്ക് കുറവാണ്, പ്രത്യേകിച്ച് മലയാളം ഫസ്റ്റിന്. എന്തുകൊണ്ടായിരിക്കും മലയാളത്തിന് മാർക്ക് കുറയുന്നത്? അപ്പൊ ഞാനിങ്ങനെ പലരുടെയും പേപ്പറുകൾ വാങ്ങി, പാരന്റ്സ് ഒക്കെ വന്ന സമയത്ത്, മീറ്റിംഗ് ഒക്കെ ഉണ്ടായ സമയത്ത് ടീച്ചർ പലരുടെയും പേപ്പറൊക്കെ വാങ്ങി ഇങ്ങനെ നോക്കി. അപ്പോ നമ്മൾ പഠിക്കാത്തതോ ക്ലാസ് മുറിയിൽ നമ്മൾ ചർച്ച ചെയ്യാത്തതോ ഒന്നും ആയിട്ടുള്ള, കാരണം ഇത്രയും വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളൊക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്കറിയാം അല്ലെ, എന്താണ് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യം വരിക, അതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അടിപൊളിയായിട്ട് നോട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ? അതേ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, അവരും പഠിച്ചിട്ടുണ്ട് അല്ലെ? പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് A+ വാങ്ങാൻ പലർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളിൽ പലരും അത് കാണുന്നുണ്ടാവാം അല്ലെ? ടീച്ചർ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലെ കുട്ടികളുണ്ടാവാം, പല ക്ലാസ് ആരായാലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം മലയാളത്തിന് മാർക്ക് കുറഞ്ഞത്? മലയാളത്തിന് മാത്രം A+ പോയ ആളുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണെടാ? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ അത്ര കാര്യമായിട്ട് പഠിക്കില്ല അല്ലെ? കൂടുതലും അത് നഷ്ടപ്പെടുന്നത് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർക്കാണ്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം അവര് മലയാളം മാത്രമാണ് മലയാളത്തിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത്. ബാക്കി എല്ലാം എന്തിലാണ്? ഇംഗ്ലീഷ് മാധ്യമമാണ്, ഇംഗ്ലീഷിലാണ് അവർ പഠിക്കുന്നത്, എഴുതുന്നത്, വായിക്കുന്നത്. അപ്പൊ വാക്കുകളൊക്കെ കുറവാണ്. വൊക്കാബുലറി എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ് ഭാഷ വിഷയങ്ങൾക്ക് അല്ലെ? അപ്പൊ ഹിന്ദി ആണെങ്കിലും അല്ലെ, അറബി ആണെങ്കിലും, ഇംഗ്ലീഷ് ആണെങ്കിലും, ഉറുദു ആണെങ്കിലും ഒക്കെ, മലയാളം ആണെങ്കിലും ഒക്കെ നമുക്ക് വാക്കുകൾ വേണം. കാരണം നമുക്ക് എത്രത്തോളം ഭാഷ അറിയാം അല്ലെ? ഭാഷയിലുള്ള ഉപന്യാസം എങ്ങനെ എഴുതാൻ പറ്റും കുട്ടിക്ക്, പ്രസംഗം എഴുതാൻ അറിയോ എന്നൊക്കെ ഉള്ളതാണ് പരീക്ഷയിൽ നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് എത്രത്തോളം ഭാഷയെ അല്ലെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒന്ന് ഭാഷ അല്ലെ? നമുക്ക് വേണ്ടത്ര വാക്കുകൾ സ്പീഡിൽ എഴുതി നമുക്ക് അല്ലെ ആലോചിച്ചൊക്കെ എഴുതേണ്ടി വരും. കാരണം വാക്കുകളില്ല, ഇങ്ങനെ പരതി ചിന്തിച്ച് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എഴുതുന്നത്. അതൊരു പ്രശ്നമാണ്. പിന്നെ എന്താണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്? ആ അത്ര പ്രാധാന്യം കൊടുക്കൂല. സയൻസും മാത്സും ഒക്കെ പഠിക്കേണ്ട കൂട്ടത്തിൽ മലയാളം ഇപ്പൊ ആര് വായിക്കാനാണ്? വായിക്കാണ്ട് മാർക്ക് കിട്ടുവോ? ഇപ്പൊ പ്രാവശ്യം നമ്മൾ കണ്ട ചോദ്യങ്ങൾ അധികം പാഠവുമായിട്ട് അല്ലെ, പാഠത്തുനിന്നുള്ള ചോദ്യശകലങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ പാഠം വായിക്കാണ്ട് പരീക്ഷയ്ക്ക് പോയ മാർക്ക് കിട്ടുമോ നമുക്ക്? ഇല്ല. പിന്നെ സമയത്തിനുള്ളിൽ അത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ സമയം വെച്ച് തന്നെ അല്ലെ, ഒരു ചോദ്യത്തിന് ഇപ്പൊ 4 മാർക്കാണെങ്കിൽ എത്ര കൊടുക്കണം, 6 മാർക്കാണെങ്കിൽ എത്ര സമയം എടുക്കണം, അങ്ങനെ സമയം വെച്ച് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അപ്പൊ ഇനിയുള്ള സമയമെങ്കിലും നമ്മൾ കറക്റ്റ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചില്ല എങ്കിൽ ഒന്നല്ല 2 A+ ആണ് നമുക്ക് പോവുക അല്ലെ? മലയാളം ഫസ്റ്റിനും പോവും, സെക്കൻഡിനും പോവും. ടീച്ചർ മക്കളെ പേടിപ്പിച്ചതല്ല. ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളല്ലേ ബുദ്ധിമുട്ടുക അല്ലെ? നമുക്ക് ഈസി ആയിട്ട് 40 മാർക്ക് കിട്ടുന്ന വിഷയങ്ങൾ നമ്മൾ എന്തിനാ വെറുതെ അത് കൊണ്ട് കളയുന്നത് അല്ലെ? അപ്പൊ അത് പിന്നീട് നിങ്ങൾക്ക് ഒരു സങ്കടമൊക്കെ ആയിരിക്കും. അയ്യോ, ഇത്ര എളുപ്പമുള്ള മലയാളം ബൈഹാർട്ടൊക്കെ പഠിച്ചിട്ട് പാസ്സാവണോ? നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാ പോരെ? അപ്പൊ ഇനിയെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏത് പാഠമാണ് റിവിഷൻ വേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പാഠം, അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാലോ അല്ലെ? ക്ലാസ് കഴിയുമ്പോൾ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യുക, മക്കൾ കമന്റ് ചെയ്യുക. ഒക്കെ പറഞ്ഞുതരാനാണ് ടീച്ചർ ഇവിടെ ഉള്ളത് കേട്ടോ. അതൊന്നും ടെൻഷൻ ആവണ്ട. അതൊക്കെ എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സുകൾ തരാം അല്ലെ? ഏതൊക്കെ പാടാണെന്ന് നിങ്ങൾ പറയുക, കമന്റ് ചെയ്യുക. എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം മലയാളത്തിന്റെ കാര്യത്തില് അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് പറയാനുണ്ടാവുമല്ലോ, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടത്, അതൊക്കെ മക്കൾ കമന്റ് ചെയ്യണം കേട്ടോ.
അപ്പൊ ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് എവിടെയോ ഒന്ന് ആ പത്രനീതി എന്ന് പറയുന്ന നമ്മളുടെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് അല്ലെ. അപ്പൊ പലരും കമന്റ് ചെയ്തിട്ടുള്ള ഒരു പാഠഭാഗമായതുകൊണ്ടാണ് വീണ്ടും ടീച്ചർ ഈ പാഠത്തെ കുറിച്ച് പറയുന്നത്. പത്രങ്ങൾക്കുണ്ടായിരിക്കേണ്ട നീതിയെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പത്രങ്ങൾ എന്ന് പറയുന്ന അല്ലെ മാധ്യമത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് സുകുമാർ അഴീക്കോട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് പത്രനീതി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഏത് പാഠത്തു നിന്ന് എടുത്തതാണ്, ഏത് കൃതിയിൽ നിന്നാണ് ഇത് എടുത്തതെന്ന് അറിയാമോ? നവയാത്രകൾ എന്ന കൃതിയിൽ നിന്ന്. നവയാത്രകൾ എന്ന കൃതിയിലെ പത്രങ്ങൾ ഏതു പക്ഷത്ത് എന്ന് പറയുന്ന ലേഖനത്തിൽ നിന്നുമാണ് ഏതെടുത്തത് പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗം. അതിലൊരു കുഞ്ഞു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പോ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം എന്താണ് ഒരുപാട് കൃതികൾ അല്ലെ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അല്ലെ. മലയാള സാഹിത്യ വിമർശനം അല്ലെ, ആശാര സീതാകാവ്യം, രമണനും മലയാള കവിത, ഇങ്ങനെ ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിന്റെ അല്ലെ ഒരുപാട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രാസംഗികനാണ്, സാഹിത്യകാരനാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ അറിയപ്പെടുന്ന ഒരാളാണ് ആര്, സുകുമാർ അഴീക്കോട്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്, പത്രങ്ങളെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് പത്രം, അല്ലെങ്കിൽ എന്തായിരിക്കണം പത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പല പല സാഹിത്യ ചിന്തകന്മാരുടെയും പല ആളുകളുടെയും പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും പത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കോട്ടിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നു അദ്ദേഹം ടെക്സ്റ്റ് ബുക്കിൽ അല്ലെ. അതൊക്കെ അദ്ദേഹം കോട്ട് ചെയ്തിട്ടാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ മുന്നോടിയായിട്ട് ടീച്ചർ ഒരു കഥ പറഞ്ഞു തരാം മക്കൾക്ക്. ഇതൊരു നടന്ന സംഭവ കഥയാണ് കേട്ടോ. വെറുതെ ഒരു കഥയല്ല, ഒരു നടന്ന സംഭവ കഥയാണ്. ഓക്കെ. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അല്ലെ, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ കുഞ്ഞു വാവയുണ്ടായിരുന്നു. അവരൊരു പുരോഹിതന്റെ ഭാര്യയായിരുന്നു. ഒരു പുരോഹിതനും അയാളുടെ ഭാര്യ ലിൻഡ എന്നാണ് ഈ ലേഡിയുടെ പേര്. ഈ കുഞ്ഞു 3 മാസം പ്രായമുള്ള കുഞ്ഞും വേറെ 2 കുട്ടികളൊക്കെ ആയിട്ട് അവരൊരു അവധിക്കാലം അല്ലെ, ഒരു പിക്നിക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവര് പോവാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു താഴ്വരയോട് ചേർന്ന് കാടൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഒരു ടെന്റ് ഹൗസിലാണ് ഇവര് താമസിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പുറത്തുനിന്ന് കഥ പറയുന്നു. അപ്പൊ ഇടയ്ക്ക് ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, അകത്ത് റൂമില് അല്ലെ ഈ ടെന്റിന്റെ ഉള്ളിൽ ചെന്ന് നോക്കും. കുഞ്ഞുവാവനെ നോക്കുമ്പോ തൊട്ടിലേക്ക് കിടത്തിയാണ് കുഞ്ഞുവാവനെ. കുറച്ചു കഴിഞ്ഞ് ഭാര്യ വന്ന് നോക്കിയപ്പോ ഈ കുഞ്ഞുവാവനെ കാണുന്നില്ല അല്ലെ. അപ്പൊ ആളുകളൊക്കെ അന്വേഷിക്കുന്നു. അപ്പൊ ആരൊക്കെയോ കണ്ടു, ഒരു കാട്ടുനായ ഓടിപ്പോകുന്നൊക്കെ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ കാട്ടിന്റെ ഉള്ളിലേക്ക് കുറെ ആളുകൾ അന്വേഷിച്ചു, എവിടെയും കാണാനില്ല. അപ്പൊ തുടക്കത്തിലൊക്കെ മാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഈ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ കൂടെ നിൽക്കുന്നു, അവർക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നു, അവർക്ക് വേണ്ടി അല്ലെ ചാനൽ ചർച്ചകൾ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ചാനലില് ഒരു ജന്തുശാസ്ത്രജ്ഞൻ ഇരുന്ന് പറയാണ്. അതായത് എന്താണ്, ഒരു ഇംഗ്ലീഷ് അല്ലെ ചാനലാണ്. ഓസ്ട്രേലിയയിലാണ് ഈ സംഭവം നടന്നത്. ഏത് വർഷം എന്നറിയാമോ? 1885 എന്നാണ് ടീച്ചറുടെ ഓർമ്മ. ഓസ്ട്രേലിയയിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ പറയാണ് ഒരു ജന്തുശാസ്ത്രജ്ഞൻ അല്ലെ, അദ്ദേഹം ഇങ്ങനെ ടിവിയില് അല്ലെ ചാനലിൽ ഇരുന്നിട്ട് പറയുന്നു, അതായത് 10 റാക്കൽ തൂക്കമുള്ള ഒരു കുഞ്ഞിനെ ഒരിക്കലും അല്ലെ, 3 മാസം പ്രായ കുഞ്ഞാണ്, ഒരിക്കലും ഒരു ചെന്നായിക്ക് കടിച്ചോണ്ട് പോകാൻ പറ്റൂല എന്നൊക്കെ പറയാണ്. അപ്പൊ ഇയാളിത് പറഞ്ഞപ്പോ പല ചാനലുകളും ഈ ചർച്ച ഏറ്റെടുക്കുകയാണ്. പിന്നെ അവരുടേതായിട്ടുള്ള അല്ലെ കുറെ കാര്യങ്ങൾ പറയാണ്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇത് ഈ അമ്മയിലേക്ക് വരുന്നു, അച്ഛനിലേക്ക് വരുന്നു. പുരോഹിതനായതുകൊണ്ട് അല്ലെ, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണ്, പുരോഹിതനാണ്, ഇവർ തമ്മിൽ നല്ല ചേർച്ച കുറവുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾ കണ്ടുപിടിക്കുന്നു അല്ലെ. അങ്ങനെ ഈ പ്രശ്നം അവസാനം ആരുടെ തലയിൽ വരുന്നു, അമ്മയാണ് കുഞ്ഞിനെ കൊന്നത് എന്ന് പല മാധ്യമം അല്ലെ ചാനൽ ചർച്ചകൾക്കിടയിലും എന്ത് ചെയ്യാണ്, വിധിക്കപ്പെടുകയാണ്. അങ്ങനെ അമ്മയെ ചോദ്യം ചെയ്ത സമയത്ത് പല മൊഴി വൈരുദ്ധ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അമ്മയാണ് അല്ലെ, ഇമോഷണലി അങ്ങനെ അത്രയും ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും. അപ്പൊ അവരെന്താ പറയുന്നത് അവർക്ക് പോലും അറിയണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അമ്മ എന്ത് ചെയ്യുന്നു, ആ ചാനലുകൾ വളച്ചൊടിക്കപ്പെടുന്നു. അങ്ങനെ കോടതി അല്ലെ ശിക്ഷ വിധിക്കുകയാണ്. ചാനൽ കേട്ടിട്ട് മാത്രമല്ല, ഇങ്ങനെ അല്ലെ മൊഴിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നു. 8 വർഷത്തോളം ഈ അമ്മ എന്ത് ചെയ്യാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇതേ സെയിം സ്ഥലത്തുനിന്ന് ഒരു ഇംഗ്ലീഷ്കാരനെ, ടൂറിസ്റ്റ് ആണ്, അദ്ദേഹത്തെ കാണാണ്ട് പോവാണ്. അപ്പൊ അന്വേഷിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഒരു കുഞ്ഞുടുപ്പ് കിട്ടുന്നത്, ഒരു വെള്ള ഉടുപ്പായിരുന്നു. അപ്പൊ അതില് ഈ ചെന്നായിയുടെ കോമ്പലുകൾ പതിഞ്ഞിരുന്നു, രക്തക്കറകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പരിശോധനയ്ക്ക് അയച്ച സമയത്താണ് അന്ന് നഷ്ടപ്പെട്ട അല്ലെ മരിച്ചുപോയ കുഞ്ഞിന്റെ ആണെന്ന് മനസ്സിലാവുന്ന കേട്ടോ. അങ്ങനെ സംശയാസ്പദമായിട്ട് അല്ലെ ആരെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയാണ്, ഈ അമ്മയെ, ലിൻഡ എന്ന് പറയുന്ന സ്ത്രീ എന്ത് ചെയ്യാണ്, ജയിൽ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. പക്ഷെ അവരുടെ 8 വർഷം അതിനേക്കാൾ അപ്പുറം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയാണെന്ന് ആലോചിക്കുക അല്ലെ. അപ്പൊ ആരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ വസ്തുരഹിതമായിട്ട് പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്യണു,
ആളുകൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെ, അത് വളരെ അല്ലെ എന്താ പറയാ, ഒരു ജീവിതം ഇല്ലാതാക്കുന്ന തരത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഏതെന്ന് പറയുന്നത്, ലിൻഡ എന്ന് പറയുന്ന സ്ത്രീ അല്ലെ. അപ്പൊ ഈ സ്ത്രീയുടെ ഈ ഒരു ജീവിതത്തെ അല്ലെ, ലിൻഡ ചേംബർലൈൻ എന്നാണ് അവരുടെ പൂർണ്ണനാമം, അവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് പിന്നീട് ഈവിൾ ഏഞ്ചൽസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിട്ടുണ്ട്, സോറി നോവൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അവാർഡുകളൊക്കെ വാരിക്കൂട്ടി നോവലാണ്. അതിനുശേഷം ക്രൈം ദ ഡാർക്ക് എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് അത് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞത് ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഇപ്പൊ തന്നെ ഒരുപാട് ചാനൽ ചർച്ചകള്, പല വിഷയങ്ങളും വളച്ചൊടിക്കപ്പെടുന്നത് ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി. അപ്പൊ പുതിയ കാലത്ത് പത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ കാലത്ത് എന്ത് ചെയ്യണം, ഇതിനെ മാധ്യമമായിട്ടാണ് കാണുന്നത് അല്ലെ. മാധ്യമങ്ങൾക്ക് അതിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ഈ ചാനലുകളൊക്കെ എന്ത് ചെയ്യുന്നത്, വളരുന്നത്, അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ എല്ലാ കാലത്തും മക്കളോട് ഞാനടക്കം പറയുന്നത് എന്താണ്, നമ്മൾ വെക്കാബുലറി ബിൽഡ് ചെയ്യാൻ, വാക്കുകൾ കിട്ടാൻ, പദസമ്പത്ത് കൂട്ടാൻ, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധമുള്ളവരായി തീരാൻ നമ്മൾ പത്രം വായിക്കണം എന്നാണ് ഞാനടക്കം പറയാറുള്ളത് അല്ലെ. പക്ഷെ പത്രങ്ങൾ നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന, പത്രം എന്ന് പറയുമ്പോൾ കൂട്ടി വായിക്കണം, എന്താണ്, മാധ്യമങ്ങൾ അല്ലെ, ഇഞ്ചക്ട് ചെയ്യുന്ന ഒരുപാട് നെഗറ്റിവിറ്റികൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പത്രം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ മാറി എന്തായിരിക്കണം പത്രം എന്ന് പറയുന്ന ഒരു ലേഖനമാണ് പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ഇതേപോലെ പത്രങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ആ ഒരു ധാർമ്മികതയെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് കേട്ടോ ലൈവ് എന്ന് പറയുന്ന സിനിമ. ആണെങ്കിൽ മക്കൾക്ക് കാണാം കേട്ടോ. പരീക്ഷന്റെ സമയത്തൊന്നും ചിലപ്പോൾ കാണാൻ പറ്റുണ്ടാവില്ല. നിങ്ങൾ അല്ലെ എപ്പോഴെങ്കിലും ഒക്കെ അതിന്റെ ചെറിയ ഭാഗമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ പാഠഭാഗത്തിന്റെ ആശയം നമുക്കൊന്ന് നോക്കാം, എന്തൊക്കെയാണ് പാഠത്തിൽ പറയുന്നതെന്നുള്ളത്. ജനമനസ്സുകളിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. നന്മ തിന്മകൾ മനസ്സിലാക്കാനൊക്കെ എന്ത് ചെയ്യണം, മാധ്യമങ്ങൾക്ക് കഴിയണം. കാരണം അത്ര വലിയ ആളുകളിലേക്കാണ്, ടീച്ചർ മാധ്യമം എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പത്രം എന്നാണ് നമ്മൾ പഠിക്കുന്നത്, പത്രങ്ങളെ കുറിച്ചാണെങ്കിലും പുതിയ കാലത്ത് എന്താണ്, ഒരു മാധ്യമ സംസ്കാരമാണ് അല്ലെ പത്രം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മാധ്യമത്തെ കുറിച്ചാണ് നമുക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. പുതിയ കാലത്ത് നമ്മൾ അങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ പത്രം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളിലേക്കല്ലേ എത്തുന്നത്. അപ്പൊ അതിന്റെ സ്വാധീനം വളരെ വലുതാണ് അല്ലെ. അതുകൊണ്ട് എന്താണ്, നന്മ ഏതാണ് തിന്മ ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കണം, പത്രങ്ങൾക്ക് സാധിക്കണം. ഏതെങ്കിലും ഒരാളുടെ പക്ഷത്ത് മാത്രം നിന്ന് പത്രങ്ങളും മാധ്യമങ്ങളും അല്ലെ പ്രവർത്തിക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യും അല്ലെ, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ. വസ്തുനിഷ്ഠമായിട്ട് ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ആര് പ്രവർത്തിക്കേണ്ടത്, പത്രങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നു. സാമൂഹ്യ നന്മയായിരിക്കണം ആരുടെ ലക്ഷ്യം, പത്രങ്ങളുടെ ലക്ഷ്യം എന്ന് പറയാണ്. തിന്മകൾക്കെതിരെ പ്രതികരിക്കണം, ഒരു തിരുത്തൽ ശക്തിയായിട്ട് ആര് മാറണം, പത്രങ്ങൾ മാറണം. രാഷ്ട്രീയത്തിലെ നാലാമത്തെ ശക്തി, അത്രയും പ്രാധാന്യമുണ്ട് പത്രങ്ങൾക്ക്. രാഷ്ട്രീയത്തിലെ നാലാമത്തെ ശക്തിയായിട്ടാണ് ആരറിയപ്പെടുന്നത്, പത്രങ്ങൾ അറിയപ്പെടുന്നത്. നല്ല പത്രങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് വേണ്ട, ഭരണാധികാരികൾ പോലും വേണ്ട അല്ലെ. ഒരു സൊസൈറ്റിയെ നല്ല രീതിയിലേക്ക് നടത്താൻ ആർക്ക് തന്നെ സാധിക്കും, പത്രങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെയാണ് മാധ്യമധർമ്മം അല്ലെ, മാധ്യമങ്ങൾ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയാണ്. പത്രങ്ങൾ എന്താണ്, ലോകത്തെ നയിച്ചു കൊള്ളും എന്ന് പറയുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ സത്യത്തെ അല്ലെ, എന്താണോ സത്യം അതിനെ വളച്ചൊടിച്ച് ആർക്കൊക്കെയോ വേണ്ടി നിലകൊള്ളുകയും ആരുടെയൊക്കെയോ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലെ. ഇങ്ങനെ സത്യസന്ധമായി പത്രധർമ്മം നിർവഹിക്കേണ്ടത് എന്താണ്, വളരെ അത്യാവശ്യമാണ് എന്ന് പാഠഭാഗത്തിൽ പറയുന്നു. ലേഖകൻ പല പത്രങ്ങൾ വായിക്കുന്നു അല്ലെ, സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്യാണ്, പല പത്രങ്ങൾ വായിക്കുകയാണ്. കാരണം ഏതിലാണ് സത്യം എന്ന് അറിയില്ലല്ലോ. അപ്പൊ പലതും വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, സത്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ പത്രങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, പത്രം എല്ലാ അച്ഛനെയും വിമർശിക്കും അല്ലെ. ആ കാലഘട്ടത്തിലാണ്, ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, നമ്മളൊരു ഫോൺ എടുത്ത് വെച്ച് നമുക്ക് എല്ലാത്തിനെയും ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതികരിക്കാനൊക്കെയുള്ള എന്താ സ്വാതന്ത്ര്യം ഇന്നുണ്ട്. പക്ഷെ അന്ന് നമുക്ക് അതിനുള്ള വഴിയില്ലായിരുന്നു. കാരണം പത്രത്തിലൊരു വാർത്ത വന്നു കഴിഞ്ഞാല് പത്രാധിപർക്ക് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കത്തയക്കണം. അല്ലയോ പ്രിയപ്പെട്ട പത്രാധിപരെ, എന്ത് വാർത്ത ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നമ്മള് പത്രാധിപർക്ക് തന്നെ എന്ത് ചെയ്യണം, കത്തെഴുതി അയക്കേണ്ട അല്ലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ സത്യസന്ധമായ വാർത്തകൾ അറിയിക്കാൻ ബാധ്യതയുള്ള ഒരു മാധ്യമമാണ് എന്ത് അല്ലെ പത്രങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ മാധ്യമം എന്ന് പറയുന്നത്. പത്രത്തിന്റെ നിലപാടുകൾ എന്താണ്, ജനാധിപത്യ സംവിധാനത്തിന് അല്ലെ വളരെയധികം സ്ഥാനമുണ്ട്. മാധ്യമങ്ങളുടെ ജനസ്വാധീനം എന്ന് പറയുന്നത് അല്ലെ വളരെ വലുതാണ്. പിന്നെന്താണ്, രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ പത്രങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലുള്ള മാധ്യമ ഇടപെടലുകൾ പുതിയ കാലത്ത് നമ്മൾ കാണുന്നു. പത്രം ചില പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരു അവസ്ഥ പുതിയ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കാലത്തും അല്ലെ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ നഷ്ടപ്പെടുന്ന ഒരു ധാർമ്മികത നമ്മൾ കാണുന്നു. ഈ ഒരു സംഭവം പല പത്രങ്ങളിൽ പല തരത്തിൽ വാർത്തയാകുന്നത്
വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ലേഖനത്തിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ് പാഠം, അല്ലെങ്കിൽ എന്താണ് പത്രനീതി എന്ന് പറയുന്ന പാഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അല്ലെ, ഈ പാഠഭാഗത്തിൽ പല ആളുകൾ, ഇപ്പൊ ജെഫേഴ്സനെ പോലെയുള്ള ആളുകള്, നെപ്പോളിയനെ പോലെയുള്ള ആളുകൾ, സുകുമാർ അഴീക്കോട് തന്നെ അല്ലെ പത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ഇങ്ങനെ ഓരോരുത്തർക്കും പത്രത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും അല്ലെ, ജെഫേഴ്സൺ എന്താണ് പറഞ്ഞത്, ഓസ്കാർ വൈൽഡ് എന്ത് പറഞ്ഞു എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞിരിക്കുന്ന ആരാണ്, നെപ്പോളിയൻ ആണ് കേട്ടോ. നെപ്പോളിയൻ എന്താ പറഞ്ഞത്, ഭയനറ്റിനേക്കാൾ, ഇതാണ് ഭയനറ്റ് എന്ന് പറയുന്ന ആയുധം കേട്ടോ. കാണുമ്പോ ഒരു തോക്ക് പോലെയാണ് ഉണ്ടാകുക, പക്ഷെ ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ കൂർത്ത അല്ലെ വാളുപോലെയുള്ള ഒരു മൂർച്ചയുള്ള ഒരു ആയുധമാണ്. പക്ഷെ അതിനെ കൊണ്ടുണ്ടാകുന്ന മുറിവ് എന്ന് പറയുന്നത് ആഴത്തിലുള്ള മുറിവാണ്, ഭയങ്കരമായിട്ട് മുറിയും, ഭയങ്കര വേദനയായിരിക്കും. അപ്പൊ നെപ്പോളിയൻ പറയാണ് അല്ലെ, നെപ്പോളിയൻ അറിയാലോ, മൂപ്പരാണ് നെപ്പോളിയൻ കേട്ടോ. 1814 കാലഘട്ടത്തിൽ ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയും ഒക്കെ ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവ യുദ്ധങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹിസ്റ്ററിയില് അല്ലെ, അതിലൊക്കെ പേര് കേട്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ നെപ്പോളിയൻ. അപ്പൊ അദ്ദേഹം ആ സ്വേച്ഛാധിപതി പോലും പറഞ്ഞിരിക്കുന്ന എന്താണ്, എനിക്ക് ബയനറ്റിനേക്കാൾ അല്ലെ മുറിഞ്ഞ വേദനയേക്കാൾ ഞാൻ ഭയക്കുന്നത് എന്തിനെയാണ്, പത്രങ്ങളെയാണ്. കാരണം അത്ര ശക്തിയാണ് അല്ലെ, ജനങ്ങളുടെ മനസ്സിലേക്കാണത് ഒരു 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 വലിയ ആളുകളിലേക്കാണ്, ജനതയിലേക്കാണ് അത് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ നെപ്പോളിയൻ അങ്ങനെയാണ് പറഞ്ഞെന്ന് ആലോചിക്കുക. പിന്നെ പറഞ്ഞത്, ഭരണമില്ലാത്ത ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാത്ത പത്രമുള്ള അവസ്ഥയാണ്. ഇതിന്റെ ആ പൊരുൾ എന്താണ്, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ്, നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ പത്രം വാവ് അടിപൊളി, പത്രത്തെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താണ് നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന് സൂക്ഷിച്ച് വായിച്ചാലാണ് നമുക്ക് മനസ്സിലാവും അല്ലെ, എന്തായിരിക്കണം യഥാർത്ഥ പത്രം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജെഫേഴ്സൺ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു സ്തുതിയല്ല, പത്രങ്ങൾക്ക് നൽകുന്ന സ്തുതിയല്ല, സപ്പോർട്ട് അടിച്ചതല്ല. എന്താ ഇവിടെ കാണുന്നത്, താക്കീതാണ് അല്ലെ. പത്രമില്ലാത്ത ഭരണത്തെക്കാൾ താൻ ആഗ്രഹിക്കുന്ന എന്തിനാണ്, ഭരണമില്ലാത്ത പത്രമുള്ള അവസ്ഥയാണ്. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കണം, മാധ്യമങ്ങൾക്ക് സാധിക്കണം. അത്രയും സത്യസന്ധമായിട്ട് ആര് വർക്ക് ചെയ്യണം, പത്രങ്ങൾ വർക്ക് ചെയ്യണം എന്നാണ് ആര് പറഞ്ഞത്, ജെഫേഴ്സൺ അല്ലെ. അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്, ജെഫേഴ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്ന് ഏതാണ്, ഹെൻറിക് ഇബ്സൺ പറഞ്ഞിരിക്കുന്നതാണ് പത്രങ്ങളെ കുറിച്ച്. അദ്ദേഹം എന്താ പറഞ്ഞത്, നമ്മള് പുതിയ മരുന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് മൃഗങ്ങളുടെ മേലെ പരീക്ഷിക്കും അല്ലെ. പെട്ടെന്ന് തന്നെ മനുഷ്യന്മാരിലേക്ക് എന്ത് ചെയ്യില്ല, അത് കൊടുക്കില്ല. അപ്പൊ ഈ പരീക്ഷിച്ച എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ നോക്കി അത് മാറ്റിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് വിപണിയിൽ വിൽക്കുള്ളൂ. അപ്പൊ ഹെൻറിക് ഇബ്സൺ പറയാണ്, ഒരു നോർവീജിയൻ നാടകകൃത്താണ്, യഥാർത്ഥ റിയലിസ്റ്റിക് നാടകങ്ങളുടെ തുടക്കക്കാരൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ഹെൻറിക് ഇബ്സൺ. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ മൃഗങ്ങളുടെ മേലെ നടത്തുന്ന പരീക്ഷണം എന്ത് ചെയ്യണോടാ, പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും മേലെ നടത്തണം അല്ലെ, എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താണ്, ഈ മൃഗങ്ങളെക്കാൾ തൊലിക്കട്ടിയാണ് ആര്, പത്രക്കാർക്കും രാഷ്ട്രീയക്കാർക്കും. കാരണം വെറുതെ പാവം മൃഗങ്ങളെ കൊന്നുകളയേണ്ട, ഇവരെ മേലൊക്കെ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ് ആര് പറഞ്ഞത്, ഇബ്സൺ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെ പത്രങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ, എന്തായിരിക്കണം പത്രം, എങ്ങനെയാണ് അതിന്റെ ധാർമ്മികത അത് നിലനിർത്തേണ്ടത് അല്ലെ, പല പത്രങ്ങൾ വായിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, സുകുമാർ അഴീക്കോട് എങ്ങനെ അല്ലെ ധൂമപാനം പോലെ പത്രം ഒരു ശീലമായി പോയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വായിക്കുന്നത് എന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പല ആളുകൾ പത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പത്രത്തിന് ഉണ്ടായിരിക്കേണ്ട ധാർമ്മികത എന്തായിരിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ പാഠത്തില് ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് പാഠഭാഗം എന്താന്നുള്ളത്, ക്ലിയർ ആണോ? ഈ പാഠം ഒരിക്കലും വായിക്കാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത് കേട്ടോ. കാരണം എവിടുന്നാ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. എല്ലാ പാഠഭാഗവും എന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് വായിക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അല്ലെ, ഒരുപാട് അറിവുകൾ നമുക്ക് അങ്ങനെ ലഭിക്കും. അപ്പോൾ ഒരിക്കലും പാഠം വായിക്കാതെ പോകരുത്. മലയാളം ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും പാഠഭാഗം ക്ലിയർ ആയിട്ട് വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ ഇനി വേണം, എന്തൊക്കെ ടീച്ചർ പറഞ്ഞു തരണം, അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോഴാണ് ടീച്ചർക്ക് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത് അല്ലെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഇനിയുള്ള നിമിഷങ്ങളൊന്നും വെറുതെ കളയാതെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. ബൈ.